നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറ തുറന്ന് സർക്കാർ പോസ്റ്റ്മോർട്ടം നടത്തിയതിലൂടെ തകർന്നു പോയത് കേരളത്തിൽ അന്ധവിശ്വാസവും വർഗീയതയും ആളിക്കത്തിക്കാനുള്ള സംഘപരിവാറിന്റെ ആസൂത്രിത നീക്കം തന്നെയാണ്. സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്ക് മുന്നിൽ കേരളം മുട്ടുമടക്കയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ആറാലുമൂട്ടിലെ മണിയൻ എന്ന ഗോപനെ ഗോപൻ സ്വാമിയാക്കി, ആദ്യം കല്ലറയെ സമാധിയാക്കി. മരണത്തിന് പിറകിലെ ദുരൂഹത ചോദ്യം ചെയ്തപ്പോൾ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യരുതെന്ന് ഭീഷണി മുഴക്കിയത് സംഘപരിവാർ തന്നെയാണ്. കല്ലറ തുറന്ന് പരിശോധിക്കാൻ വന്നവരോട് ഖബർ തുറക്കുമോ എന്ന് ചോദിച്ച് വർഗീയത ആളിക്കത്തിക്കാനും ആസൂത്രിത ശ്രമം നടന്നിരുന്നു. അന്ധവിശ്വാസം ആളിക്കത്തിച്ച് സുവർണാവസരം ഒരുക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങളെ ചെറുത്തത് ഇടതുപക്ഷം മാത്രമാണ്. ഗോപന്റെ കല്ലറ തുറന്നെങ്കിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സാംസ്കാരിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഹൈക്കോടതിയുടെ പിന്തുണയോടെ ഗോപന്റെ കല്ലറ തുറക്കുമ്പോൾ തല കുനിക്കുന്നത് സംഘപരിവാർ മാത്രമാണ്. വിവാദമായ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി പൊളിച്ചപ്പോൾ കണ്ടത് അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇരിക്കുന്ന നിലയിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറയിൽ കണ്ടെത്തിയിരുന്നത്. വായ തുറന്ന നിലയിലാണ്. വായിൽ ഭസ്മവും മൃതദേഹത്തിന്റെ നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ നിറച്ചിട്ടുമുണ്ടായിരുന്നു. അതിയന്നൂർ കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ മണിയൻ എന്ന ഗോപൻ സ്വാമിയെ കാണാനില്ല എന്നുള്ള പരാതി ലഭിച്ച പോലീസ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് സമാധി എന്ന ദുരൂഹ വിശദീകരണവുമായി കുടുംബം രംഗത്ത് വന്നിരുന്നത്. മരിച്ചതിന് ദൃക്സാക്ഷികളോ ഡോക്ടർമാരുടെ സ്ഥിരീകരണമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഔദ്യോഗിക രേഖയായ മരണ സർട്ടിഫിക്കറ്റും ഇല്ലാത്ത സാഹചര്യത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായി വരികയായിരുന്നു. എന്നാൽ പോലീസും തഹസിൽദാരും നടത്തിയ ശ്രമങ്ങളെ കുടുംബവും സംഘപരിവാർ സംഘടനകളും ഒരു വിഭാഗം നാട്ടുകാരും ചേർന്ന് തടഞ്ഞുയിരിക്കുകയായിരുന്നു. കല്ലറ പൊളിക്കുന്നത് പാപമാണ് എന്നും ഡോക്ടറും ഉദ്യോഗസ്ഥരും മൃതദേഹത്തിൽ തൊട്ടാൽ ചൈതന്യം പോകുമെന്നുള്ള വാദമാണ് കുടുംബം പറഞ്ഞുകൊണ്ടിരുന്നത്. അയൽവാസി വിശ്വംഭരന്റെ പരാതിയിൽ നെയ്യാറ്റിൻകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണത്തോട് കുടുംബം ഒരു വിധത്തിലും സഹകരിച്ചിട്ടില്ലായിരുന്നു. കല്ലറ പരിശോധിക്കുന്നതിൽ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തിനുണ്ടായ വീഴ്ചയ്ക്ക് ഒടുവിലാണ് സമാധി കോടതി കയറിയത്. കാണാതായ ആളെ കണ്ടെത്തുകയോ മരിച്ചെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി കോടതിയെ ബോധിപ്പിക്കുകയോ ചെയ്യേണ്ട പോലീസ് വരുത്തിയ അലംഭാവം പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുക തന്നെയായിരുന്നു. അതിനിടെ പരാതിക്കാരനായ വിശ്വംഭരനല്ല, സമീപത്ത് ഭൂമിയുള്ള മുസ്ലിമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന് പ്രചരിപ്പിച്ച് സാമുദായിക കലാപത്തിനുള്ള ശ്രമവും അവർ നടത്തുകയായിരുന്നു. നേരത്തെ ചുമട്ടുതൊഴിലാളിയായിരുന്ന ഗോപൻ BMS പ്രവർത്തകനായിരുന്നു. 4 വർഷം മുമ്പാണ് ചുമട്ടുതൊഴിൽ ഒഴിവാക്കിയിരുന്നത്. പിന്നീട് തമിഴ്നാട്ടിൽ പോയാണ് സന്യാസിയായത്. കല്ലറ പൊളിക്കുന്നത് തടയാൻ ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത് ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് തിരിച്ചടിയാവുകയായിരുന്നു. കോടതി നിർദ്ദേശം അന്വേഷണം തുടരാനുള്ള അനുമതിയായി പരിഗണിച്ച് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുക തന്നെയായിരുന്നു. അച്ഛന്റെ ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളും മുഖത്തും ശിരസിലും വിഗ്രഹങ്ങളിലേതുപോലെ കളഭവും ചാർത്തിയിരുന്നു എന്നായിരുന്നു ഗോപൻ സ്വാമിയുടെ മക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ടെത്തിയ മൃതദേഹത്തിന് ചുറ്റും സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിയാണ് മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത്. കല്ലറ പൊളിച്ച് പരിശോധന നടത്തുമ്പോൾ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും മരുമകളും വീടിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു.